ഷിൻജിതയുടെ വിഷയം പറഞ്ഞപ്പോൾ പോലും ഷിൻജിതയ്ക്ക് വളരെ സാധ്യതയുള്ളതാണ് കോടതിയിലേക്ക് ഈ തെളിവിന് എത്തിക്കുകയോ അല്ലെങ്കിൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനപ്പുറത്തേക്ക് നമുക്കൊരു ഒരു ഒരു ഇവിടെ നിയമ സംവിധാനത്തെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ ഫോണിലെടുത്ത 6-7 ഉള്ള വീഡിയോസിനെ എഡിറ്റ് ചെയ്ത് സ്ലോ മോഷൻ കയറ്റിയിട്ട് അത് ഇടാൻ കാണിച്ച ഒരു മാനസികാവസ്ഥ, അതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ലേ? കാരണം ആ വ്യക്തി ഇതിനെ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കുക എന്നുള്ള വളരെ കൃത്യമായ ഒരു പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലല്ലേ സ്ലോ മോഷൻ അടക്കമുള്ള ഒരു ഫിൽട്ടർ ഉപയോഗിച്ചത്? അല്ല, അത് ആദ്യം അവർ 2 വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടല്ലോ. ആദ്യം ഒരു വീഡിയോ ഇടുന്നു, പിന്നെ അതിനകത്ത് ഇടയിൽ ആൾക്കാർ ഇവർക്കെതിരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് വീണ്ടും അതിനെ കറക്റ്റ് ആക്കാൻ വേണ്ടി ഇതാണ് ഉദ്ദേശിച്ചത് ഇടാൻ വേണ്ടി സ്ലോ മോഷനിൽ എഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് എനിക്ക് മനസ്സിലായ കാര്യം. എൻ്റെ ഒരു പക്ഷേ ആ വീഡിയോയിൽ ആദ്യം ഇട്ടിരുന്ന വീഡിയോ നമ്മൾ ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ഷിൻജിത സ്മൈൽ ചെയ്തുകൊണ്ട് ചിരിച്ചുകൊണ്ട്, അത് നമുക്ക് വ്യക്തിപരമായിട്ട് പറയാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ മാനസികാവസ്ഥ ആ വ്യക്തിക്ക് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ ഞാൻ ചോദിച്ചത്, കോടതിയിലേക്ക് പോലീസ് എഫ്ഐആർ നടന്ന സമയത്ത് ഫോണിൻ്റെ അകത്ത് കണ്ടെത്തിയ 6ഓളം വീഡിയോസ് ഉണ്ടായിരുന്നു. ആ 6ഓളം വീഡിയോസിനെ എഡിറ്റ് ചെയ്തിട്ടാണ് ഫിൽട്ടർ ഉപയോഗിച്ചത് എന്ന് പറയുമ്പോൾ സ്ലോ മോഷൻ ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്തത്. ഇതിനൊരു പ്രോസസ്സ് ഉണ്ടായിരുന്നു, കാരണം ഇതിനൊരു സമയമുണ്ട്. കാരണം ആ ഫോൺ എടുത്ത് എഡിറ്റ് ചെയ്ത് ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്ത് അത് സ്ലോ മോഷൻ ഇടുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഇടുന്ന സമയത്ത് ഷിൻജിതയുടെ മനസ്സിനകത്ത് എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഇയാൾ ആക്രമിക്കട്ടെ, ഇയാൾ ആക്രമിക്കപ്പെടട്ടെ എന്നുള്ളത് തന്നെയല്ലേ? കാരണം വ്യക്തമായിട്ടൊരു വ്യക്തിക്ക് ഒരു നീതി കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ അവർ സ്ലോ മോഷൻ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. അത് ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് പ്രതികരിക്കുന്നത്. പക്ഷെ അത്തരം പ്രതികരണങ്ങളിൽ സൈബറിടത്ത് റീച്ചും അല്ലെങ്കിൽ ഒരു വലിയൊരു ഫെയിമും കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ സത്യമായിട്ട് ഷിംജിത് റീച്ചിന് വേണ്ടി ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ചെയ്ത കാര്യമാണ്. ഞാൻ എനിക്കൊരു അബ്യൂസ് ഉണ്ടായപ്പോൾ ഞാൻ അതെടുത്ത് ഇട്ടിട്ടുണ്ട്. കാരണം ശ്രീലക്ഷ്മി ഇട്ട സമയത്ത് എനിക്ക് തോന്നുന്നില്ല ശ്രീലക്ഷ്മി സ്ലോ മോഷൻ കയറ്റി ഫിൽറ്റർ ഇട്ട ഒരു വീഡിയോ ആണ് ഇട്ടതെന്നുള്ളത്. സ്ലോ മോഷൻ, അത് ഞാൻ പറഞ്ഞ ആദ്യം അവർ സ്ലോ മോഷൻ കയറ്റി ഫിൽറ്റർ ഇട്ട വീഡിയോ അല്ല ഇട്ടെന്നാണ്